നമസ്കാരം. ഒരു സസ്യവുമായി ബന്ധപ്പെട്ട് അവയെ പോസിറ്റീവ് നെഗറ്റീവ് ഊർജം പറയുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അവ വീടുകളിൽ നടുന്നത് ശുഭകരമോ അതോ ദോഷകരമോ എന്ന് പരാമർശിക്കുന്നതാണ്. കറിവേപ്പ് സ്ത്രീകൾക്ക് അത്രമേൽ ആവശ്യമുള്ള ഒരു വസ്തു തന്നെയാണ്. അഥവാ പൊതുവെ ഏവർക്കും ആവശ്യമുള്ള ഒരു വസ്തുവാണ് എന്ന് തന്നെ പറയാം. എന്നാൽ നാം ചെയ്യുന്ന ചില കാര്യങ്ങൾ വളരെ ദോഷകരമായി ഭവിക്കും. അഥവാ ഒരു കാര്യം നാം ശ്രദ്ധിച്ചില്ല എങ്കിൽ വീട്ടിൽ മനസമാധാനം തന്നെ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. ആ വീടുകളിൽ കലഹം വർദ്ധിക്കും, ഐക്യമില്ലായ്മ വന്നു ചേരും. അതിനാൽ തന്നെ ആ വീട്ടിലെ അംഗങ്ങളെ അത് ദോഷകരമായി ബാധിക്കുകയും ജീവിതത്തിലേക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കടന്ന് വരികയും ചെയ്യും. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല സമയം അതേപോലെ തന്നെ മോശം സമയം വന്ന് ചേരുന്നതാകുന്നു. അതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രധാനമായും പോസിറ്റീവ് ഊർജം പലപ്പോഴായി കടന്ന് വരുന്നതുമാണ്. ഒരു വ്യക്തിയുടെ നല്ല കാലത്ത് അല്ലെങ്കിൽ പോസിറ്റീവ് ഊർജം ധാരാളമായുള്ള പറമ്പുകളിൽ തഴച്ചു വളരുന്ന ഒന്നാണ് കറിവേപ്പ്. ഇത്തരത്തിൽ തഴച്ചു വളരുന്നുണ്ട് എങ്കിൽ അർത്ഥമാക്കേണ്ടത് നിങ്ങളിൽ ഞാൻ ഈ പരാമർശിച്ച കാര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ്. അത്തരത്തിലുള്ള പറമ്പുകളിൽ ധാരാളമായി കറിവേപ്പ് പിടിച്ച് വരുന്നതുമാകുന്നു. എന്നാൽ കറിവേപ്പ് വളരുന്നതിനോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചില്ല എങ്കിൽ ആ വീടുകളിൽ അത് ദോഷകരമായി തന്നെ ഭവിക്കും. അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഒരിക്കലും നിങ്ങൾ വീടിനോട് ചേർന്ന് കറിവേപ്പ് നടാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ദോഷകരമായ ഫലങ്ങൾ മാത്രമേ നൽകൂ. പ്രധാനമായും നെഗറ്റീവ് ഊർജം ആ വീടുകളിൽ വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും. കടബാധ്യതകൾ വർദ്ധിക്കാം, അല്ലെങ്കിൽ കടം വന്നു ചേരാം. ദാരിദ്ര്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ രോഗദുരിതങ്ങളാൽ പ്രയാസങ്ങൾ അവർ അനുഭവിക്കേണ്ടതായി വരാം. കുടുംബത്തിലെ അംഗങ്ങൾക്ക് പല രീതിയിലുള്ള രോഗങ്ങൾ വരികയും ആശുപത്രിവാസം തുടങ്ങിയ കാര്യങ്ങൾക്കും ധനനഷ്ടത്തിനും സാധ്യത കൂടുതലാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ കറിവേപ്പ് അതിർത്തിയിൽ നടാവുന്നതാണ്. അതിൽ തെറ്റില്ല. വലിയ പ്ലോട്ടാണ് എങ്കിൽ, പറമ്പാണ് എങ്കിൽ ആ പറമ്പിന്റെ അതിർത്തിയിൽ നടുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. ഇനി അഥവാ ഇന്നത്തെ ജീവിത സാഹചര്യത്താൽ പോലും പലർക്കും വലിയ പറമ്പ് തന്നെ ഉണ്ടാകണം എന്നില്ല. അങ്ങനെയുള്ളവരാണ് എങ്കിൽ അതിർത്തിക്ക് അപ്പുറം, അതായത് അതിർത്തി തിരിച്ചതിന് ശേഷം അതിർത്തിക്ക് അപ്പുറമായി നട്ടു വളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലാറ്റിലും ഇതേപോലെ തന്നെ ചെയ്യാം എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. കൂടാതെ ദിശയ്ക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത്. ദിശ ശരിയായില്ല എങ്കിൽ അത് ദോഷകരമായി ഭവിക്കും എന്ന കാര്യവും തീർച്ച തന്നെയാണ്. ദിശ പടിഞ്ഞാറ് ദിശയാകുന്നു. പടിഞ്ഞാറ് ദിശയിൽ ചട്ടിയിൽ വയ്ക്കുകയാണ് എങ്കിൽ അത് ഭാഗ്യം വർദ്ധിക്കുക തന്നെ ചെയ്യും. എന്നാൽ ചട്ടിയുടെ നിറം തിരഞ്ഞെടുക്കുമ്പോൾ അതിനും പ്രാധാന്യം നൽകണം എന്ന കാര്യം ഓർക്കുക. ഒരിക്കലും പൊട്ടിയ ചട്ടിയിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല. മഞ്ഞ ചട്ടിയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ശുഭകരം. അങ്ങനെ വയ്ക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കും എന്ന് തന്നെ പറയാം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഗ്രഹങ്ങൾ കടന്ന് വരുന്നുണ്ട് എങ്കിൽ ആഗ്രഹ പൂർത്തീകരണത്തിന് ഒരു പരിധിവരെ സഹായകരമാണ് നിത്യവും കറിവേപ്പിന് ജലം തളിക്കുന്നത്. ശുദ്ധിയോടെ തന്നെ തളിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാകുന്നു. കൂടാതെ പലരും ഒടിക്കുമ്പോൾ, കറിവേപ്പ് ഒടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. പലരും ഇല മാത്രമായാണ് പറിക്കുക. അങ്ങനെ ചെയ്യരുത്. ഒടിച്ചെടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇല പറിച്ചെടുക്കുന്നതാണ് ഏറ്റവും ശുഭകരം. എന്നാൽ പലപ്പോഴും അശുദ്ധിയുള്ള സമയത്തും പലരും കറിവേപ്പ് തൊടുകയും പറിച്ചെടുക്കുകയും ചെയ്യുന്നതാണ്. ഈ സമയം പാടില്ല എന്നാണ് പറയുക. അതിനാൽ തന്നെ ഈ സമയം സ്പർശിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്നുകൂടി മനസ്സിലാക്കുക. കൂടാതെ രാത്രി പലരും പറിക്കുന്നതാണ്. അങ്ങനെ പറിക്കരുത് എന്ന കാര്യവും ഓർക്കുക. മുൻപ് പകൽ സമയത്ത് തന്നെ പറിച്ചു വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാകുന്നു. പലരും വീടുകളിലേക്ക് വരുന്നതാണ്. ഇത്തരത്തിൽ വരുന്ന അവസരത്തിൽ കറിവേപ്പ് തഴച്ച് വളരുന്നത് കാണുമ്പോൾ പലരും ഒരു തണ്ടെങ്കിലും ചോദിക്കും. ഇത്തരത്തിൽ ചോദിക്കുന്ന അവസരത്തിൽ പലരും അവരെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് നൽകുന്നതാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടതായ കാര്യം, ഇങ്ങനെ നൽകുന്നത് ദോഷകരമാണ്. നിങ്ങളുടെ സൗഭാഗ്യം, ഭാഗ്യം
എന്നിവ അവർക്ക് നൽകുന്നതിന് തുല്യമാണ് എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ വന്നു ചേരുന്ന ഈ ദോഷഫലം ഒഴിവാക്കുവാനായി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവരിൽ നിന്നും 1 രൂപ നാണയമെങ്കിലും വാങ്ങുക. അതിനുശേഷം അവർക്ക് കരിവേപ്പ് കൊടുക്കുകയാണ് എങ്കിൽ അത് ദോഷകരമല്ല. അതേപോലെ തന്നെ അവരിൽ നിന്നും മധുരം സ്വീകരിച്ചതിന് ശേഷം കറിവേപ്പ് കൊടുക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഇനി മുതൽ ഇപ്രകാരം കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അതേപോലെ തന്നെ വീടുകളിൽ കറിവേപ്പ് നടുമ്പോൾ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം. അതല്ല എങ്കിൽ ആ വീട്ടിൽ വളരെയധികം പ്രശ്നങ്ങൾ വന്നു ചേരാം. അതേക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. പുറമേ നിന്നുള്ളവർ നടാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് വീട്ടിലെ അംഗം ഒരിക്കലും സ്വന്തം വീട്ടിൽ കറിവേപ്പ് നട്ടു വളർത്താൻ പാടുള്ളതല്ല. അതായത് അവർ നടുകയാണ് എങ്കിൽ, അതായത് ആരാണ് നടുന്നത് എങ്കിൽ ആ വ്യക്തിക്ക് ആ വീട്ടിലെ മറ്റംഗങ്ങളുമായി പ്രശ്നങ്ങൾ വന്നു ചേരുവാനും ആ വീട്ടിൽ നിന്നും അകന്നു നിൽക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തന്നെ പ്രത്യേകിച്ചും പുറത്തു നിന്നുള്ള ഒരു വ്യക്തി നടുന്നതാണ് ഏറ്റവും ശുഭകരം എന്നാണ് പറയുക. പല കാരണങ്ങളാൽ ഇത്തരത്തിൽ സംഭവിക്കാം. വീട് വിട്ട് നിൽക്കേണ്ടതായ സാഹചര്യം അത് തർക്കത്താലും മറ്റു കാരണങ്ങളാലുമാകാം. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിയും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് തന്നെയാണ്. പലപ്പോഴും വീടുകളിൽ കറിവേപ്പ് പലരും വളർത്തും. എന്നാൽ അവർ വിചാരിക്കുന്ന രീതിയിൽ വളരണം എന്നില്ല. അതായത് പലപ്പോഴും മുരടിച്ച് പോകുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് ദോഷകരം തന്നെയാണ്. കൂടാതെ ചിലന്തി വല വരുന്നതും ദോഷകരമാകുന്നു. നിങ്ങളുടെ വീടുകളിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നൽകുന്നത്. അതിനാൽ തന്നെ ചിലന്തി വല ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഞാനീ പറയുന്ന ദിശകൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഈ ദിശകളിൽ കറിവേപ്പ് വീടുകളിലുണ്ടോ എന്ന് നോക്കുക. ഉണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ കറിവേപ്പുണ്ടോ എന്ന് നോക്കുക. ഒരെണ്ണമെങ്കിലും പിടിച്ചു വരികയാണ് എങ്കിൽ അത് ദോഷകരമാണ് എന്നാണ് പറയുക. ആ വീടുകളിൽ പ്രധാനമായും പല രീതിയിലുള്ള ദോഷഫലങ്ങൾ, കടബാധ്യതകൾ വന്നു ചേരുക, ദാരിദ്ര്യം എന്നീ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ ഒരിക്കലും വടക്ക് കിഴക്ക് കറിവേപ്പ് വരാൻ പാടുള്ളതല്ല. ഉണ്ട് എങ്കിൽ അവിടെ നിന്നും മാറ്റുന്നതാണ് ഏറ്റവും ശുഭകരം എന്നുകൂടി മനസ്സിലാക്കുക. അതേപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ കറിവേപ്പുണ്ടോ എന്ന് നോക്കുക. ഉണ്ട് എങ്കിൽ ദോഷകരം തന്നെയാണ് ഫലം. അതീവ ദോഷകരമാണ് എന്ന് പറയാം. ആ വീടുകളിൽ ദാരിദ്ര്യവും കടബാധ്യതകളും മറ്റു പ്രശ്നങ്ങളും ഐക്യമില്ലായ്മയും വന്നു ചേരുവാൻ അത് കാരണമായി തീരും എന്നുകൂടി മനസ്സിലാക്കുക. അതേപോലെ തന്നെ പലരും കിണറിനോട് ചേർന്ന് കറിവേപ്പ് വളർത്തുകയോ അല്ലെങ്കിൽ തനിയെ വളർന്നു വരികയോ ചെയ്യുന്നതാണ്. എന്നാൽ ഇതൊരിക്കലും നാം ചെയ്യുവാൻ പാടുള്ളതല്ല. ഇത്തരത്തിൽ വളർന്നു വരുന്നുണ്ട് എങ്കിൽ അത് ദോഷകരമാണ്, നിങ്ങൾക്ക് ദോഷമേ നൽകൂ എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ഇവ ഒഴിവാക്കുക തന്നെ വേണം. അതേപോലെ തന്നെ മലിനമായ സ്ഥലത്തും കറിവേപ്പ് വളർന്നു വരുന്നതും കറിവേപ്പിന്റെ അടുത്തേക്ക് മലിനജലം ഒഴുക്കുന്നതും ദോഷകരം തന്നെയാണ്. ഒരിക്കലും അപ്രകാരം ചെയ്യരുത്. അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ. അതേപോലെ തന്നെ കറിവേപ്പ് നിൽക്കുന്ന ഇടത്ത് ജലം കെട്ടി നിൽക്കുന്നതും അത്ര ശുഭകരമല്ല. പ്രധാനമായും കറിവേപ്പുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പരാമർശിക്കാനുള്ളത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കറിവേപ്പ് വളർത്തിയില്ല എങ്കിൽ വീട്ടിൽ അംഗങ്ങൾ തമ്മിൽ മനസമാധാനം ഇല്ലാത്ത അവസ്ഥ, തർക്കങ്ങൾ വർദ്ധിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കാം. ശരിയായ രീതിയിൽ വളർത്തുകയാണ് എങ്കിൽ കറിവേപ്പ് ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും എന്ന കാര്യവും തീർച്ച തന്നെയാണ്.